നമസ്കാരം. പുതിയൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ ഇന്ന് വീണ്ടും എത്തിയിരിക്കുകയാണ്. ഞങ്ങൾ സാധാരണ ലളിതമായ രീതിയിലുള്ള ഒരു മീൻകറി ആയിട്ടാണ് വന്നിരിക്കുന്നത്. തേങ്ങ അരച്ചുകൊണ്ടുള്ള ഒരു മീൻകറിയാണ്. അതിൽ തക്കാളിയൊക്കെ ചേർത്തുകൊണ്ടുള്ള നല്ലൊരു സിമ്പിളായിട്ട് വീഡിയോയിൽ ഉണ്ടാക്കാൻ പറ്റിയ തരത്തിലുള്ള ഒരു മീൻകറി ആയിട്ടാണ് ഞങ്ങൾ ഇന്ന് വന്നിരിക്കുന്നത്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. തേങ്ങ അരച്ച വറ്റൽമുളകാണ് ഇതിൻ്റെ അകത്ത് ചേർക്കുന്ന മെയിൻ ഇൻഗ്രീഡിയൻസ്. മുളക് പൊടി ചേർക്കുന്നില്ല. അതുപോലെ വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ ചേർത്ത് വറ്റൽമുളകൊക്കെ അരച്ച് നന്നായിട്ട് വെക്കുന്ന ഒരു മീൻകറിയാണ്. പിന്നെ സാധാരണ തേങ്ങ അരച്ച കറിയിൽ ഞങ്ങൾ മല്ലിപ്പൊടി ചേർക്കുന്നില്ല. സാധാരണ തേങ്ങ അരച്ച കറിയിൽ മല്ലിപ്പൊടി ചേർക്കാറില്ല. അപ്പോൾ ഞങ്ങൾ അത് കേടാവും. അതുകൊണ്ടാണ് മല്ലിപ്പൊടി ചേർക്കാതെ വറ്റൽമുളക് മാത്രം ചേർത്ത് കറി വെക്കുന്നത്. അപ്പം നമുക്ക് ആ വീഡിയോയിലേക്ക് നമുക്ക് കിടക്കാം. അതിനുള്ള സാധനങ്ങളൊക്കെ കുറച്ച് സാധനങ്ങൾ നമ്മൾ അവിടെയൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. നമുക്കത് എന്തൊക്കെയാണെന്ന് പരിചയപ്പെടാം. ഞാൻ ലെസ്ലി. ഞാൻ ലവ്ലി. ഇവിടെ ഏകദേശം ഒരു 500 ഗ്രാം താഴെ ചെമ്പല്ലി ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുത്ത് നല്ല കഴുകി നല്ല വൃത്തിയായിട്ട് വെച്ചാണ് ചെറുതായിട്ട് മുളകും മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാം. ഇവിടെ അല്പം കടുകും വറ്റൽമുളകും എടുത്തിട്ടുണ്ട്. നമുക്കൊന്ന് താളിച്ച് ഒഴിക്കാൻ. ഉപ്പ്, മഞ്ഞൾപ്പൊടി, തക്കാളി ഇവിടെ മീഡിയം സൈസ് 2 എണ്ണം എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് വാളംപുളി, ഒരു 10 അല്ലി ചെറിയ ഉള്ളി, കറിവേപ്പില, പച്ചമുളക്, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഒരു 3/4 ടേബിൾ സ്പൂൺ മതി. ഇവിടെ തേങ്ങായും വറ്റൽമുളകും 1 വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. നന്നായിട്ട് പേസ്റ്റ് രൂപത്തിൽ അടിച്ചെടുത്തത്. വെളിച്ചെണ്ണ, ചൂടുവെള്ളം. ഇത്ര സാധനങ്ങളാണ് നമുക്കിവിടെ ഈ മീൻകറിക്ക് ആവശ്യമുള്ളത്. ഇനി നമുക്ക് ആ പാചകത്തിലേക്ക് കിടക്കാം. നമുക്ക് സ്റ്റൗ കത്തിച്ച് ചട്ടി അടുപ്പത്ത് വെക്കാം. സ്റ്റൗ കത്തിച്ചു, ചട്ടി വെച്ചിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ചൂടായ ശേഷം നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ചട്ടി ചൂടായിട്ടുണ്ട്. നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. നമ്മൾ കടുക് ഒന്നും ഇട്ട് കൊടുക്കുന്നില്ല. കടുക് നമ്മൾ എണ്ണ അവസാനം മീൻകറി ആയി കഴിയുമ്പോൾ താളിച്ചൊഴിക്കുക. ജസ്റ്റ് ഞങ്ങൾ ഈ ഉള്ളിയും ചെറിയ ഉള്ളി ഇനിയിപ്പോൾ ചെറിയ ഉള്ളി കിട്ടിയില്ലെങ്കിൽ നമുക്ക് സവോളയാണെങ്കിൽ മതി കേട്ടോ. ഒരു മീഡിയം സൈസിലുള്ള ഒരു സവോള എടുത്താൽ മതി. ഇപ്പോൾ ചെറിയ ഉള്ളിക്ക് ടേസ്റ്റ് കൂടുതലുണ്ട്, അതുകൊണ്ടാണ് ചെറിയ ഉള്ളി എടുത്തത്. എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് ഒഴിച്ചു കൊടുക്കാം അല്ലേ? ഇട്ട് കൊടുക്കാം. ഞങ്ങളെല്ലാം ഒന്നിച്ചങ്ങ് ഇട്ട് കൊടുക്കുകയാണ്. ചെറിയ ഉള്ളി, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, പച്ചമുളക് നടുവേ കീറിയതാട്ടോ, പേസ്റ്റ് ഒന്നും ആക്കിയിട്ടില്ല. രണ്ട് കറിവേപ്പില. നന്നായിട്ട് ഒരല്പം ഉപ്പിട്ട് കൊടുക്കാം. ഞങ്ങൾ ഇതിൻ്റെ കൂടെ വഴറ്റി കഴിയുമ്പോൾ മുളക് പൊടി മഞ്ഞൾപ്പൊടി ഒന്നും ഇടുന്നില്ല. മഞ്ഞൾപ്പൊടി നമ്മൾ ഉപയോഗിക്കുന്നത് അവസാനം ഒന്ന് കടുക് പൊട്ടിക്കുന്ന സമയത്താണ് നമ്മളിവിടെ മഞ്ഞൾപ്പൊടി ഉപയോഗിക്കുന്നത്. പിന്നെ വറ്റൽമുളക് നമ്മൾ 5 വറ്റൽമുളക് എടുത്തത് കൊണ്ടാണ് ഇവിടെ മുളക് പൊടി ചേർക്കുന്നത്. അപ്പോൾ ഈ വറ്റൽമുളക് പൊടി നമ്മൾ ഇടുന്നതുകൊണ്ട് അത്യാവശ്യം നമുക്ക് എരിവ് ഉണ്ടാവും. മീൻകറിക്ക് ഇച്ചിരി എരിവും പുളിയൊക്കെ വേണമല്ലോ. അതുപോലെ പണ്ടുള്ള അമ്മച്ചിമാരൊക്കെ നല്ല വറ്റൽമുളക് കല്ലേ വെച്ച് അരച്ചാണ് മീൻകറി ഉണ്ടാക്കാറ്. ഇപ്പോഴാണ് മുളക് പൊടിയൊക്കെ എല്ലാവരും ഇപ്പോൾ കടയിൽ നിന്ന് ഇറങ്ങാതെ പെട്ടെന്ന് എളുപ്പത്തിന് എല്ലാവരും പാക്കറ്റ് പൊടി ഇടും. അതെ, നന്നായിട്ട് വഴന്ന് വരുന്നുണ്ടല്ലേ? നമുക്ക് തക്കാളി അങ്ങ് ചേർത്ത് കൊടുത്താലോ? തക്കാളി ചേർത്ത് കൊടുക്കാം. 2 മീഡിയം സൈസിലുള്ള തക്കാളി നമ്മളിവിടെ എടുത്തിട്ടുണ്ട്. പേസ്റ്റ് ഒന്നും ആക്കിയിട്ടില്ല. ഞങ്ങളൊരു 4 പീസ് കഷ്ണമായിട്ട് അരിഞ്ഞ് അത് നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യുക. തക്കാളി ഒത്തിരി വെന്ത ഉടയണ്ട, ചെറുതായിട്ടൊന്ന് വഴണ്ട് വന്നാൽ മതി.
നമുക്കിതിലേക്ക് നമ്മൾ ഈ അരച്ച് വെച്ച പേസ്റ്റ്, അതിപ്പം തേങ്ങ നന്നായിട്ട്, ഇപ്പം തേങ്ങ നമ്മൾ അരയ്ക്കുമ്പോൾ ഇതിലിപ്പം 1/2 മുറി തേങ്ങയാണ് ഞങ്ങളിവിടെ എടുത്തിരിക്കുന്നത്. വറ്റൽമുളക് ചേർത്തുകൊണ്ട് മുളക് പൊടി ഞങ്ങൾ ചേർത്തിട്ടില്ല. ഒരു 8 വറ്റൽമുളകുണ്ട്. പിന്നെ എന്താണെന്ന് ചോദിച്ചാൽ നന്നായിട്ട് നമ്മളിപ്പോൾ തേങ്ങയൊക്കെ ചിലപ്പോൾ ചിലർ മുറി ഫ്രിഡ്ജ് വെച്ചിരിക്കുന്നതൊക്കെ ആയിരിക്കും, അപ്പോൾ തണുത്തിരിക്കുന്നതായിരിക്കും. അതുപോലെ പൈപ്പിൽ നിന്ന് ഉപയോഗിക്കുന്ന വെള്ളം ചിലപ്പോൾ അരച്ച് കഴിയുമ്പോൾ നന്നായിട്ട് ചിലപ്പോൾ അരഞ്ഞ് കിട്ടിയെന്ന് വരിക. അപ്പോൾ നമ്മളൊരു ചെറിയ ചൂടുവെള്ളം ചേർത്ത് അരയ്ക്കുവാണെങ്കിൽ നല്ല പേസ്റ്റ് രൂപത്തിൽ നമുക്ക് അരച്ച് കിട്ടും. അതുപോലെ കുറച്ച് വെള്ളം ചേർത്താൽ, ഒരുപാട് വെള്ളം ചേർത്ത് അരയ്ക്കേണ്ട. അപ്പം കുറച്ച് ചൂടുവെള്ളം ചേർത്ത് നമ്മൾ മിക്സിയിലിട്ട് നന്നായിട്ട് അരച്ച് എടുത്താൽ മതി. അതും കൂടെ നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ചൂടുവെള്ളം അല്പം ചേർത്ത് കൊടുക്കാം. നമുക്ക് ഇച്ചിരി എന്താ പറയുക, കുറുകലല്ലാതെ നേരത്തുള്ള ചാറ് വേണമെങ്കിൽ നമുക്ക് നമ്മുടെ ആ താല്പര്യമനുസരിച്ച് വേണം നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കാൻ. നമുക്ക് ഇച്ചിരി കൂടുതൽ വെള്ളം നമുക്ക് ചേർത്ത് കൊടുക്കാം. തിളപ്പിക്കേണ്ടതാണല്ലോ, മീനൊക്കെ ഇട്ട് വേവിക്കേണ്ടതുകൊണ്ട് നമുക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. നമുക്ക് മൂടി വെച്ചൊന്ന് തിളയ്ക്കാന് ശേഷം നമുക്ക് ഉപ്പൊക്കെ ഉണ്ടോ നോക്കിയിട്ട് വാളംപുളിയൊക്കെ ചേർത്ത് കൊടുക്കാം. നമുക്കൊന്ന് മൂടി വെക്കാം. നമുക്ക് തിളച്ചൊന്ന് തുറന്ന് നോക്കാം. നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. നമുക്കിനി അതിലേക്ക് മീനിട്ട് കൊടുക്കാം. മീനിട്ട് കഴിയുമ്പോൾ സ്പൂൺ ഇട്ട് ഇളക്കരുത്, ചിലപ്പോൾ അത് പൊടിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമുക്ക് ചുറ്റിക്കാവേ ഉള്ളൂ. നമ്മൾ തക്കാളി ചേർത്തിട്ടുണ്ട് 2 എണ്ണം. അപ്പോൾ ആ തക്കാളിയുടെ പുളി ഒരുവിധം ഉണ്ടാവും. നമുക്കപ്പോൾ നോക്കിയ ശേഷം നമ്മൾ ഈ വാളംപുളി, കുടംപുളിയല്ല ഞങ്ങൾ ഇടുന്നത്, വാളംപുളിയാണ്. ഒരല്പം വാളംപുളി ചേർത്ത് കൊടുക്കാം. ഉപ്പുണ്ടോ എന്ന് നോക്കാം. ഉപ്പുണ്ട്. ഉപ്പ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മളൊന്ന് മൂടി വെച്ച് ഒരു കുറച്ച് സമയം നമുക്ക് വേവിച്ചെടുക്കാം. ഏകദേശം 10 മിനിറ്റോളം ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ചുറ്റിക്കാം. നമുക്ക് മെല്ലെ ഒന്ന് ചുറ്റിച്ച് നോക്കാം. ഇളക്കണ്ട, മെല്ലെ എടുത്ത് ആയിട്ടുണ്ട് ഏകദേശം അല്ലേ. ഇനി നമുക്ക് വാങ്ങിയിട്ട് കടുക് താളിച്ച് വെക്കാം. നമുക്ക് ഉപ്പും പുളിയൊക്കെ ഉണ്ടോ എന്ന് നോക്കാം. എനിക്ക് ഉപ്പും പുളിയും എല്ലാം ഉണ്ട്. മീൻകറി ആകുമ്പം ഇച്ചിരി പുളിയും ഇച്ചിരി എരിവും ഒക്കെ മുന്നോട്ട് നിൽക്കണമല്ലോ. പുളിയുണ്ട്. അപ്പം നമ്മൾ തക്കാളി ഇട്ടുകൊണ്ട് ഒരുപാട് വാളംപുളി ഇടേണ്ട വന്നില്ല. അപ്പം നമ്മൾ നോക്കിയിട്ട് വേണം ഇടാൻ. അപ്പം നമുക്ക് കറി ഏകദേശം ആയിട്ടുണ്ട്. ഉപ്പൊന്നും ഇനി വേണ്ട, എല്ലാം പാകമായിട്ടുണ്ട്. നമുക്ക് വാങ്ങി വെച്ചിട്ട് ഒന്ന് താളിച്ചൊഴിക്കാം. നമുക്കതിലേക്ക് ഒരു പാൻ എടുത്ത് വെക്കാം. പാൻ ചൂടായിട്ടുണ്ട്. നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. കുറച്ച് എണ്ണ മതി. എണ്ണ ചൂടാവുമ്പോൾ നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. എണ്ണ ചൂടായിട്ട് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി തുടങ്ങി. നമുക്കതിലേക്ക് 2-3 വറ്റൽമുളക് ഒന്ന് ചുമന്ന് വന്നോട്ടെ. ചുമന്ന് വന്നിട്ട് നമുക്കിച്ചിരി ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം. അല്പം ഒന്ന് ചുമന്നോട്ടെ. ഇനി ഞങ്ങൾ തേങ്ങ അരച്ച സമയത്ത് ഉള്ളി ചേർത്തില്ല. ഉള്ളി ചേർത്ത് അരച്ചാൽ ചിലപ്പം കേടാവാനൊക്കെ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ തേങ്ങയുടെ കൂടെ തേങ്ങയും വറ്റൽമുളകും മാത്രം ചേർത്ത് അരച്ച് പേസ്റ്റ് രൂപത്തിൽ എടുക്കുക ചെയ്തത്. അപ്പം നമുക്ക് ഇനി ഇച്ചിരി ഒരല്പം ചെറിയ ഉള്ളിയും കൂടി ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ 2 തണ്ട് കറിവേപ്പില, ചെറിയ ചുമന്ന കളറാകുമ്പോൾ നമുക്കത് വാങ്ങി കറിയിലേക്ക് താളിക്കാം. നമുക്കിനി കറിയിലേക്ക് ഇതങ്ങ് ചേർത്ത് കൊടുക്കാം.
നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി കടുകൊക്കെ പൊട്ടിച്ച് നല്ല അടിപൊളി സൂപ്പറായിട്ടുണ്ട്. കടുക് പൊട്ടിപ്പോൾ ഞങ്ങൾ ഒന്ന് വിട്ടു ഒരു അല്പം മഞ്ഞൾപ്പൊടിയും കൂടെ കടുക് പൊട്ടിച്ച് കഴിഞ്ഞൊന്ന് ചേർക്കണം. വിട്ടുപോയതാട്ടോ. അപ്പോൾ എണ്ണ കിടക്കുമ്പോൾ ആ മഞ്ഞൾപ്പൊടി നല്ല മുരിഞ്ഞ് കഴിയുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കിട്ടുന്നത്. അപ്പോൾ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി നമ്മൾ കടുക് പൊട്ടിച്ച് ഉള്ളിയും ചെറിയുള്ളിയും വറ്റൽമുളകൊക്കെ ഇട്ട ശേഷം ഒരല്പം മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് വേണം നമ്മൾ കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് വേണം നമ്മൾ ഇതിനകത്തേക്ക് താളിച്ചൊഴിക്കാൻ. അപ്പം അത് ശ്രദ്ധിക്കണം. പിന്നെ നല്ല ടേസ്റ്റുള്ള കറിയാണ്. നമുക്ക് പെട്ടെന്ന് വീടുകളിൽ ഉണ്ടാക്കാൻ, നമുക്ക് ചോറിനൊക്കെ ആണെങ്കിലും പെട്ടെന്ന് നമുക്ക് കൂട്ടാൻ പറ്റിയ നല്ല അടിപൊളി ടേസ്റ്റുള്ള നല്ലൊരു കറിയാണ്. അപ്പം നിങ്ങളെല്ലാവരും ഇങ്ങനെ ഇതുവരെ ഒന്ന് ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഞങ്ങളുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി ഒന്ന് ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, പ്രിയപ്പെട്ടവർക്കായി ഒന്ന് ഷെയർ ചെയ്യുകയും കൂടി വേണം. പിന്നെ മറക്കാതെ ഒരു കാര്യം കൂടി പറയുകയാണ്, ഇതുവരെ ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ഈ ചാനൽ നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടടുത്ത് കാണുന്ന ആ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുവാണെങ്കിൽ ഞങ്ങളിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ ഇനി മറ്റൊരു നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.